ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മൾ അമ്പലത്തിൽ കാണിക്കൊക്കെ ഇട്ടിട്ട് നമ്മളൊരു യാത്ര പോവാണ്. യാത്ര പോയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേ ആ യാത്രയുടെ തന്നെ വീഡിയോ ആണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ യാത്ര. അപ്പോൾ അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചേക്കാമെന്ന് കരുതി ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗുരുവായൂർ ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. നമ്മൾ അങ്ങോട്ട് പോയതാണ്. നമ്മൾ പോയ ടൈമിൽ അമ്പലപ്പുഴ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. നമ്മുടെ ട്രെയിൻ 8:05 അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 7 മണി ആയപ്പോഴേ ഇറങ്ങി. കാരണം എല്ലാവരും ധൃതിക്കാരാണ്. നേരത്തെ പോയിരുന്ന പ്രശ്നമില്ലല്ലോ. അങ്ങനെ നമ്മൾ നേരത്തെ റെയിൽവേ സ്റ്റേഷനിലെത്തി. കാറൊക്കെ പാർക്ക് ചെയ്ത് വന്നിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ മാറിയിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. മാത്രമല്ല നല്ല മഴക്കോളുണ്ടായിരുന്നു, ഇടിമിന്നലും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യാനാ, 8:05 ട്രെയിൻ വരുമല്ലോ. അങ്ങനെ ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കി കുറേ നേരം ടൈം കളഞ്ഞു. ഞങ്ങളൊന്നിച്ച് ഇതുവരെ ട്രെയിനിലെങ്ങും യാത്ര ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ ട്രെയിനിൽ അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും പ്ലാനിങ് മാത്രമേ ഉള്ളായിരുന്നു, ഒന്നും നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോകണമെന്ന് കുറേ നാളായിട്ട് വിചാരിച്ചായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ചു നമുക്ക് ഗുരുവായൂർ പോകാമെന്ന്. അങ്ങനെ ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ നോക്കിയപ്പം ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു. അപ്പം ട്രെയിൻ ട്രിപ്പും നടന്നു, ഗുരുവായൂർ പോക്കും നടന്നു. ഒരു വെടിക്ക് 2 പക്ഷി. അങ്ങനെ നമ്മൾ ട്രെയിൻ എടുത്തതാണ്, അല്ലെങ്കിൽ നമ്മൾ കാറിലേ പോകത്തുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ കുളിപ്പിച്ച ശേഷം നമ്മുടെ ട്രെയിൻ വന്നു. നല്ല അടിപൊളി മഴയായിരുന്നു. ട്രെയിൻ ഇവിടുന്ന് പെട്ടെന്ന് എടുക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ എങ്ങോട്ടും മാറി നിൽക്കാഞ്ഞത്. പക്ഷേയോ, ട്രെയിൻ അമ്പലപ്പുഴയിൽ നിന്ന് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തത്. വേറെ ഏതോ ട്രെയിനിൻ്റെ ക്രോസിങ് ഉണ്ടായിരുന്നു. എന്ത് പറയാനാ, നനഞ്ഞു പോകാനായിരുന്നു വിധി. നന്നായിട്ട് നനഞ്ഞു. ട്രെയിനിൽ കയറിയപ്പോഴോ നല്ല തിരക്ക്. വീക്കെൻഡിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ടോയ്ലറ്റിൻ്റെ അടുത്തായിരുന്നു നമ്മുടെ സീറ്റ്. പിന്നെ പറയണ്ടല്ലോ. പിന്നാണെങ്കിൽ നമ്മൾ വിൻഡോ സീറ്റ് പ്രിഫറൻസും കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ദുരന്തം പിടിച്ച യാത്രയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, മെമ്മറീസൊക്കെ ഇഷ്ടം പോലെ കിട്ടി. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് കരുതി. ഫുഡിൽ ഞാനിങ്ങനെ പേരൊക്കെ എഴുതിക്കൊണ്ടാണ് വന്നത്, അമ്പാടി ഐഷു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു രസം. അങ്ങനെ നമ്മൾ രണ്ടുപേരുടെ അടുത്തായിരുന്നു ഇരുന്നത്. അമ്മമാർ രണ്ടുപേരും അടുത്തായിരുന്നു ഇരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങ് ഗുരുവായൂർ എത്തുന്നവരെ നല്ല തിരക്കായിരുന്നു. പിന്നെ തൃശ്ശൂർ ഇതുപോലെ വേറൊരു ട്രെയിൻ ക്രോസിങ് ഉള്ളതുകൊണ്ട് കുറച്ച് നേരം അവിടെ പിടിച്ചിട്ടു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇറങ്ങി വീഡിയോസൊക്കെ എടുത്തു. ചേട്ടൻ എന്ത് ചെയ്ത് തന്നെ ട്രെയിനിൽ നിന്ന് ഇറക്കാൻ സമ്മതിക്കത്തില്ല. ചേട്ടന് പേടിയാണ്. ഇതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛനും, ഭയങ്കര പേടിയാണ്. അങ്ങനെ ഏകദേശം 12:05 ആയപ്പോൾ നമ്മൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ എല്ലാവരും പോകുന്ന വഴിക്ക് നമ്മളും പോയി. അങ്ങനെ നമ്മൾ കുറച്ച് നടന്നപ്പോൾ നമുക്കൊരു ഓട്ടോ കിട്ടി. അവരോട് പറഞ്ഞു ഇതുപോലെ ഗോകുലം അപ്പാർട്ട്മെൻറ്റിൽ പോകാനാണെന്ന്. അങ്ങനെ അവർ നമ്മളെ അവിടെ കൊണ്ട് ഇറക്കി. ഇത് നമ്മുടെ ഒരു കുഞ്ഞു റൂം ടൂറാണേ. നമ്മൾ 4 പേരായിരുന്നു ഒരു റൂമിൽ. നമ്മൾ സെപ്പറേറ്റ് റൂം എടുത്തില്ല, കാരണം നമ്മൾ ഒരു ദിവസത്തേക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 റൂം എടുത്തില്ല. ഒരു റൂമിൽ തന്നെ നമ്മൾ എക്സ്ട്രാ 2 ബെഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ റൂം. അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആക്ച്വലി നമ്മൾ ഒരു ദിവസത്തേക്ക് ഗുരുവായൂരൊക്കെ വരണമെങ്കിൽ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റൂം എടുക്കേണ്ട കാര്യമില്ല. കാരണം അഫോർഡബിളായിട്ട് ഒരുപാട് റൂംസ് ഗുരുവായൂർ അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തതാണ് ഈ ഗോകുലം അപ്പാർട്ട്മെൻറ്റ്. ഇനി വരുമ്പോൾ ഒരുപാട് പേര് അഫോർഡബിളായിട്ടുള്ള ഒത്തിരി റൂംസിൻ്റെയും സ്റ്റേയുടെയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മളിനി അത് നോക്കും. മാത്രമല്ല ഇവിടുത്തെ ചെക്ക് ഇൻ ചെക്ക് ഔട്ട് ടൈം എന്നൊക്കെ പറയുന്നത് ചെക്ക് ഇൻ 2 മണിക്കാണെങ്കിൽ ചെക്ക് ഔട്ട് 3 മണിക്കാണ് അടുത്ത ദിവസം. പക്ഷെ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് വെളുപ്പിന് 3:25 അപ്പം നമുക്ക് എന്ത് പറ്റി, 2 ദിവസത്തെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വന്നു. അപ്പം അതൊക്കെ കുറച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നാൽ നമുക്ക് ഇനിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഗുരുവായൂർ പോയിട്ട് വരാൻ പറ്റും. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.